അടുത്തായി നമ്മൾ ടെമ്പറേച്ചർ കൊണ്ടുണ്ടാവുന്ന സ്ട്രെയിനിൻ്റെയും ഫ്രീ എക്സ്പാൻഷൻ്റെയും കൂടാതെ സ്ട്രെസ്സിൻ്റെയും ഫോർമുല ഒന്ന് ഡിറൈവ് ചെയ്യാൻ പോവാണ്. ഞാനിവിടെ ഒരു മെറ്റൽ റോഡ് എടുക്കുകയാണ്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ എൽ ആണ്. ഓക്കെ, ഇതിൻ്റെ ഇനീഷ്യൽ ടെമ്പറേച്ചർ, ഈ ഒരു മെറ്റൽ റോഡിൻ്റെ ഇനീഷ്യൽ ടെമ്പറേച്ചർ T1 ആയിട്ട് എടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ ഒരു മെറ്റൽ റോഡ് ഹീറ്റ് ചെയ്യാണ്. സ്വാഭാവികമായിട്ടും ഹീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യും. T1-ൽ നിന്ന് T2-ലേക്ക് ടെമ്പറേച്ചർ റൈസ് ചെയ്യും. അപ്പോൾ നമ്മൾക്ക് ഇതിലെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡെൽറ്റ T എന്ന് പറയുന്നത് T2 മൈനസ് T1 ആണ്. ഇങ്ങനെ ഈ ഒരു മെറ്റൽ റോഡ് ഹീറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇതിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യും അല്ലേ, ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഫ്രീ എക്സ്പാൻഷൻ ഇതാണ് ഫ്രീ എക്സ്പാൻഷൻ. നമ്മൾക്ക് ഈ ഫ്രീ എക്സ്പാൻഷനെ ഡെൽറ്റ എൽ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. സ്മോൾ ലെറ്റർ ഡെൽറ്റ എൽ, ഫ്രീ എക്സ്പാൻഷൻ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താണ് ചെയ്തത്? ഒരു മെറ്റൽ റോഡ് എടുത്തു, അതിൻ്റെ ലെങ്ത്ത് എല്ലാണ്, ക്യാപിറ്റൽ ലെറ്റർ എല്ലാണ്. അതിൻ്റെ ഇനീഷ്യൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T1 ആണ്. ആ ഒരു മെറ്റൽ റോഡ് നമ്മൾ ഹീറ്റ് ചെയ്തു. ഹീറ്റ് ചെയ്യുമ്പോൾ ആ ടെമ്പറേച്ചർ T1-ൽ നിന്ന് T2-ലേക്ക് റൈസ് ചെയ്തു. അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T2 മൈനസ് T1 ആണ്. അങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു മെറ്റൽ റോഡ് അതിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്തു. അതിനെ നമ്മൾ ഫ്രീ എക്സ്പാൻഷൻ എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഫ്രീ എക്സ്പാൻഷൻ നമ്മൾ ഡെൽറ്റ എൽ എന്നാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഫ്രീ എക്സ്പാൻഷൻ്റെ മാഗ്നിറ്റ്യൂഡ് മെറ്റീരിയലിനനുസരിച്ചിട്ട് വ്യത്യാസപ്പെടും. നമുക്കിവിടെ ഈ ഒരു മെറ്റീരിയലിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രീ എക്സ്പാൻഷൻ ആൽഫ ആയിട്ട് എടുക്കാം. ആൽഫ ഈസ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രീ എക്സ്പാൻഷൻ, ഓക്കെ, അല്ലെങ്കിൽ കോൺട്രാക്ഷൻ. ഫ്രീ എക്സ്പാൻഷൻ ഓർ കോൺട്രാക്ഷൻ, അത് പെർ ഡിഗ്രി സെൽഷ്യസിലാണ് പറയുക. അതുപോലെ തന്നെ ഡെൽറ്റ T എന്ന് പറയുന്നത് പറഞ്ഞു ചേഞ്ച് ഇൻ ടെമ്പറേച്ചറാണ്. അത് എഴുതുകയാണ്, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അത് ഡിഗ്രി സെൽഷ്യസിലാണ് പറയുക, ഡിഗ്രി സെൽഷ്യസ്. അതുപോലെ തന്നെ ഫ്രീ എക്സ്പാൻഷൻ mm-ലാണ്. നമുക്കറിയാം ഒരു പ്രിസ്മാറ്റിക് ബാറിലെ സ്ട്രെയിൻ എപ്പോഴും അതിലെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എഴുതാം അക്കോർഡിംഗ് ടു law of linear expansion, the strain in prismatic bar is proportional to change in temperature.
Okay. According to law of linear expansion, the strain in prismatic bar is proportional to change in temperature. അപ്പോൾ നമ്മൾക്ക് എഴുതാം strain E is proportional to change in temperature എന്ന് എഴുതാം അല്ലേ. strain E is proportional to change in temperature. ഓക്കെ, ഇതിൽ നമുക്ക് എന്ത് എഴുതാം? സ്ട്രെയിൻ ഇ ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ആൽഫ ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് എഴുതാം. ആൽഫ എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രെയിനിൻ്റെ ഇക്വേഷൻ. ഇക്വേഷൻ നമ്പർ 1 ഇടുകയാണ് കേട്ടോ. സ്ട്രെയിൻ ഇ ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. നമുക്കറിയാം സ്ട്രെയിൻ ഇ ഈസ് ഈക്വൽ ടു എന്താണ്? സ്ട്രെയിൻ ഇ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്ത് ആണെന്നറിയാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ 1 എങ്ങനെ എഴുതാൻ പറ്റും? ചേഞ്ച് ഇൻ ലെങ്ത്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത്ത് ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് എഴുതാം അല്ലേ. ഇതിൽ നിന്ന് ചേഞ്ച് ഇൻ ലെങ്ത്ത് ഇസ് ഈക്വൽ ടു എന്ന് എഴുതാം. ചേഞ്ച് ഇൻ ലെങ്ത്ത് ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി ഇൻറ്റു എൽ എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ ഫ്രീ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത്തിൻ്റെ ഇക്വേഷൻ. ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി ഇൻറ്റു എൽ. ഇതിനെ ഞാൻ ഇക്വേഷൻ 2 എന്ന് മാർക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മൾക്കിവിടെ ടെമ്പറേച്ചർ സ്ട്രെയിനിൻ്റെ ഇക്വേഷൻ കിട്ടി, കൂടാതെ ടെമ്പറേച്ചർ കൊണ്ടുണ്ടാവുന്ന ഫ്രീ എക്സ്പാൻഷൻ്റെ ഇക്വേഷൻ കിട്ടി. ഇനി അടുത്ത് നമ്മൾ ടെമ്പറേച്ചർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവാണ്. ടെമ്പറേച്ചർ സ്ട്രെസ് നമുക്കറിയാം ഫ്രം ഹൂക്സ് ലോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഹൂക്സ് ലോ നമുക്ക് എഴുതാൻ പറ്റും സ്ട്രെസ് സിഗ്മ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് എഴുതാം അല്ലേ. ഞാൻ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ റിമൂവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്ത് എഴുതാം? സ്ട്രെസ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഇ ഇൻറ്റു സ്ട്രെയിൻ എന്ന് എഴുതാം. ഇതാണ് യങ്സ് മോഡുലസ് അല്ലേ. യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇ. സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു സ്ട്രെയിൻ എന്ന് എഴുതി. നമ്മളിവിടെ സ്ട്രെയിനിൻ്റെ ഇക്വേഷൻ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. സ്ട്രെയിനിൻ്റെ ഇക്വേഷൻ 1 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്ട്രെയിനിൻ്റെ ഇക്വേഷൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് സ്ട്രെസ് ഇസ് ഈക്വൽ ടു എന്ന് എഴുതാം. സ്ട്രെസ് സിഗ്മ ഇസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ. സ്ട്രെയിനിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇതാണല്ലേ, ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതാണ് ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതാം. ഓക്കെ, ഇതിന് ഞാൻ റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതുകയാണ്. സ്ട്രെസ് ടെമ്പറേച്ചർ സ്ട്രെസ് സിഗ്മ ഇസ് ഈക്വൽ ടു ആൽഫ ഡെൽറ്റ ടി ഇൻറ്റു ഇ. ഇതാണ് നമ്മുടെ ടെമ്പറേച്ചർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ. ഞാൻ ഇക്വേഷൻ 3 എന്ന് കൊടുക്കുകയാണ്. ഈ ഒരു ഇക്വേഷൻ നമ്മൾക്ക് ലോഡിൻ്റെ ഒരു ഇക്വേഷൻ കൂടെ നമുക്ക് വേണമെങ്കിൽ ഡിറൈവ് ചെയ്യാം. എങ്ങനെ ഡിറൈവ് ചെയ്യാം നോക്കാം. നമുക്കറിയാം സ്ട്രെസ് സിഗ്മ ഇസ് ഈക്വൽ ടു പി ബൈ എ ആണെന്നറിയാമല്ലോ. പി ബൈ എ ആണെന്നറിയാം. അപ്പോൾ നമ്മൾക്ക് ഇവിടെ എഴുതാം സ്ട്രെസ് ഈ ഒരു ഇക്വേഷൻ 3നെ നമ്മൾക്ക് പി ബൈ എ ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി ഇൻറ്റു ഇ എന്ന് എഴുതാം. ഇതിൽ നിന്ന് ലോഡ് പി ഇസ് ഈക്വൽ ടു എന്ന് എഴുതാം. പി ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി ഇൻറ്റു ഇ ഇൻറ്റു എ എന്ന് എഴുതാം അല്ലേ. ഈ ഒരു രീതിയിൽ നമുക്ക് ഇവിടുന്ന് ലോഡിൻ്റെ ഇക്വേഷൻ കൂടി കിട്ടും. ഇക്വേഷൻ 4 എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ നമ്മൾക്കിവിടെ ഫസ്റ്റ് ഇക്വേഷൻ, ഈ ഇക്വേഷൻ 1 എന്താ കിട്ടുക? ഇവിടെ ടെമ്പറേച്ചർ സ്ട്രെയിൻ കിട്ടും അല്ലേ. ടെമ്പറേച്ചർ സ്ട്രെയിൻ കിട്ടും. ഇക്വേഷൻ 2 നിന്ന് എന്താ കിട്ടുക? ഇക്വേഷൻ 2 നിന്ന് ഫ്രീ എക്സ്പാൻഷൻ കിട്ടും അല്ലേ. ഫ്രീ എക്സ്പാൻഷൻ ഡ്യൂ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ.
ഓക്കെ, ഇനി ഇക്വേഷൻ 3യിൽ നിന്ന് എന്താ കിട്ടുക? ഇവിടുന്ന് കിട്ടുക ടെമ്പറേച്ചർ സ്ട്രെസ് ആണല്ലേ, ടെമ്പറേച്ചർ സ്ട്രെസ്. ഓക്കെ, ലാസ്റ്റ് ഇക്വേഷൻ ആ ലോഡിൻ്റെ ഇക്വേഷനാണ് കേട്ടോ, ലോഡ് അല്ലെങ്കിൽ ഓക്കെ. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. ഒന്നുകൂടി പറയാം, ടെമ്പറേച്ചർ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡെൽറ്റ ടി. ഫ്രീ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി ഇൻറ്റു എൽ. പിന്നെ ടെമ്പറേച്ചർ സ്ട്രെസ് സിഗ്മ ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി ഇൻറ്റു ഇ. ഓക്കെ, ലാസ്റ്റ് ലോഡിൻ്റെ ഇക്വേഷൻ പി ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി ഇൻറ്റു ഇ ഇൻറ്റു എ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മളെ ഇക്വേഷൻസ്. എല്ലാം ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി അടുത്തൊരു കേസ് നോക്കുകയാണ്, അതായത് വെൻ സപ്പോർട്ട് ഈൽഡ്, അതായത് സപ്പോർട്ട് ഈൽഡ് ചെയ്യുകയാണെങ്കിൽ സ്ട്രെസ്സിൻ്റെയും സ്ട്രെയിനിൻ്റെയും ഇക്വേഷൻസിൽ എന്താണ് ചേഞ്ച് സംഭവിക്കുക, ആ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സപ്പോർട്ട് ഈൽഡ് എന്ന് വെച്ചെങ്കിൽ സപ്പോർട്ട് ആർ അണേബിൾ ടു പ്രിവെൻറ്റ് എക്സ്പാൻഷൻ ഓർ കോൺട്രാക്ഷൻ ഓഫ് ബാർ കംപ്ലീറ്റ്ലി. അങ്ങനെയുള്ള സപ്പോർട്ടിനെയാണ് ഈൽഡിങ് സപ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് when supports are unable to prevent expansion or contraction of bar completely. Such supports are called yielding support. ഓക്കെ, ഞാനിവിടെ ഒരു ബാറ് വരയ്ക്കുകയാണ്. ഇതാണൊരു ബാർ. അതിൻ്റെ 1 എൻ്റെ ഇവിടെ ഫിക്സ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന ചേഞ്ച് ഇൻ ലെങ്ത് ആണിത്. ഇത് ചേഞ്ച് ഇൻ ലെങ്ത്. ഇതിൻ്റെ ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്നത് എല്ലും, അതുപോലെ തന്നെ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് ഡെൽറ്റ എല്ലുമാണ്. ഓക്കെ, നമ്മളെ ഈ ഒരു റൈറ്റ് സൈഡിലുള്ള സപ്പോർട്ട്, ഇവിടെയാണ് റൈറ്റ് സൈഡിലുള്ള സപ്പോർട്ട് വേണ്ടത്. ആ ഒരു സപ്പോർട്ട് ഈൽഡ് ചെയ്യുകയാണ്. അതായത് നമ്മളിവിടെ ടെമ്പറേച്ചർ അപ്ലൈ ആണ്. ടെമ്പറേച്ചർ ഈ ഒരു എൻഡിൽ ഞാൻ ടെമ്പറേച്ചർ അപ്ലൈ ആണ്. ടെമ്പറേച്ചർ അപ്ലൈ ആണ്. നമ്മുടെ സപ്പോർട്ട് ഒറിജിനലി നമ്മുടെ സപ്പോർട്ട് ഇവിടെയാണ് വേണ്ടത് അല്ലേ, ഇവിടെയാണ് വേണ്ടത്. ഈ ഒരു സപ്പോർട്ട് ഈൽഡ് ചെയ്യാണ്. എവിടത്തേക്ക്? തൊട്ടപ്പുറത്തേക്ക്, കുറച്ച് ഇപ്പുറത്തേക്ക് ഈൽഡ് ചെയ്യാതെ. ആ ഒരു സപ്പോർട്ടിന് അത്ര ഒരു ബലമില്ലാത്ത സപ്പോർട്ടാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു പൊസിഷനിലേക്ക് അത് മാറുകയാണ് ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഇതിൽ ഈ ഒരു സ്മോൾ ഡിസ്റ്റൻസ്, ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഞാൻ ഡെൽറ്റ ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, ഇവിടെ ആക്ച്വലി എത്ര എക്സ്പാൻഷനാണ് ഇത് പ്രിവെൻറ്റ് ചെയ്തിരിക്കുന്നത്? ഈ ഒരു ഡിസ്റ്റൻസ് ആണല്ലേ, ഈ ഒരു ഡിസ്റ്റൻസിലുള്ള എക്സ്പാൻഷൻ മാത്രമാണ് ഇത് പ്രിവെൻറ്റ് ചെയ്തിരിക്കുന്നത്, ഈ ഒരു സപ്പോർട്ട്. അത് നമ്മൾക്ക് ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾക്ക് എഴുതാം ഡെൽറ്റ
ഡെൽറ്റ എൽ മൈനസ് ഡെൽറ്റ എന്ന് എഴുതാമല്ലോ. അതായത് ഈ ഒരു ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡെൽറ്റ എൽ ആണ്. അതിൽ നിന്ന് ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ ഡെൽറ്റ ആയിട്ടാണ് എടുത്തത്. അപ്പോൾ ബാക്കി വരുന്ന ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡെൽറ്റ എൽ മൈനസ് ഡെൽറ്റ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എഴുതാം എക്സ്പാൻഷൻ പ്രിവെൻറ്റഡ്. എക്സ്പാൻഷൻ പ്രിവെൻറ്റഡ് ഇ പി സി ഈക്വൽ ടു ഡെൽറ്റ എൽ മൈനസ് ഡെൽറ്റ. അതായത് ഇത്രയും എക്സ്പാൻഷൻ മാത്രമാണ് ഈ ഒരു സപ്പോർട്ട് പ്രിവെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ ഡെൽറ്റ എൽ മൈനസ് ഡെൽറ്റ എന്ന് എഴുതിയത്. ഓക്കെ, നമ്മൾക്കറിയാം തെർമൽ സ്ട്രെയിൻ അല്ലെങ്കിൽ സ്ട്രെയിൻ എന്താണ്? സ്ട്രെയിൻ പറയാം നമുക്ക് ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത് ആണല്ലേ. ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. അപ്പോൾ നമ്മൾക്കിവിടെ തെർമൽ സ്ട്രെയിൻ എങ്ങനെ എഴുതാം? നമുക്ക് എഴുതാം തെർമൽ സ്ട്രെയിൻ ഇവിടെ ആക്ച്വൽ എത്രയാണ് പ്രിവെൻറ്റ് ചെയ്തിരിക്കുന്നത്? ഈ ഡെൽറ്റ എൽ ചേഞ്ച് ഇൻ ലെങ്ത് ആക്ച്വലി പ്രിവെൻറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് ആണല്ലേ. അതായത് ഇത്രയും മാത്രമാണ് ഇത് പ്രിവെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയാണ് പ്രിവെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം ചേഞ്ച് ഇൻ ലെങ്ത്, ഇതാണ് നമ്മുടെ ഇവിടെ ചേഞ്ച് ഇൻ ലെങ്ത് പ്രിവെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം ചേഞ്ച് ഇൻ ലെങ്ത് മൈനസ് ഡെൽറ്റ ഡിവൈഡഡ് ബൈ എൽ എന്ന് എഴുതാമല്ലോ. അതായത് കൺഫ്യൂഷൻ ആവണ്ട. ഈ ഒരു സ്ട്രെയിൻ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ എഴുതിയതുകൊണ്ട് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. നമുക്കിത് ഇങ്ങനെ എഴുതാം. അതായത് ചേഞ്ച് ഇൻ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് എഴുതാം. ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ഓക്കെ, ഇവിടെ ആക്ച്വലി ചേഞ്ച് ഇൻ ലെങ്ത് പ്രിവെൻറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ്. ഇത്ര ഈ ഒരു ചേഞ്ച് ഇൻ ലെങ്ത് മാത്രമാണ് പ്രിവെൻറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? ആണല്ലോ. അപ്പോൾ നമുക്ക് ആ ചേഞ്ച് ഇൻ ലെങ്ത്തിൻ്റെ ഈ ഒരു പോർഷനിൽ നമ്മൾക്ക് ഈ ഒരു ഇക്വേഷൻ എഴുതാം. അതായത് ഡെൽറ്റ എൽ മൈനസ് ഡെൽറ്റ എന്നുള്ള ഇക്വേഷൻ എഴുതാം. അതാണ് ഞാനിവിടെ എഴുതിയത്, ഡെൽറ്റ എൽ മൈനസ് ഡെൽറ്റ എന്ന് എഴുതിയത് ബൈ ഒറിജിനൽ ലെങ്ത് എൽ ആണെന്നറിയാം. നമ്മൾ ഓൾറെഡി തെർമൽ സ്ട്രെയിനിൽ ചേഞ്ച് ഇൻ ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എവിടെയാണ്? നമുക്കറിയാം ഇതാണല്ലേ, ഇക്വേഷൻ 2 ആണ്. ചേഞ്ച് ഇൻ ലെങ്ത് അല്ലെങ്കിൽ ഫ്രീ എക്സ്പാൻഷൻ എത്രയാണ്? ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി ഇൻറ്റു എൽ ആണെന്നറിയാം. ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി ഇൻറ്റു എൽ. അപ്പോൾ നമ്മൾക്ക് അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിൽ ഒന്ന് എഴുതാം ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി ഇൻറ്റു എൽ മൈനസ് ഡെൽറ്റ ഡിവൈഡഡ് ബൈ എൽ എന്ന് എഴുതാം അല്ലേ. ഇതാണ് തെർമൽ സ്ട്രെയിനിൻ്റെ ഇക്വേഷൻ. അതായത് സപ്പോർട്ട് ഈൽഡ് ചെയ്യുമ്പോൾ ഉള്ള തെർമൽ സ്ട്രെയിനിൻ്റെ ഇക്വേഷനാണിത്. ഈ ഒരു ഇക്വേഷൻ നമ്മൾക്ക് മാറ്റി എഴുതാം. സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാൽ എങ്ങനെ എഴുതാം? വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി മൈനസ് ഡെൽറ്റ ഡിവൈഡ് ബൈ എൽ എന്ന് എഴുതാം അല്ലേ. ഡെൽറ്റ ഡിവൈഡ് ബൈ എൽ എന്ന് എഴുതാം. അതാണ് സപ്പോർട്ട് ഈൽഡ് ചെയ്യുമ്പോഴുള്ള തെർമൽ സ്ട്രെയിനിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇനി സ്ട്രെസ് എന്ന് വരും. തെർമൽ സ്ട്രെസ് എങ്ങനെ എഴുതാം? തെർമൽ സ്ട്രെസ് നമ്മൾക്കറിയാം ബൈ ഹൂക്സ് ലോ എന്താണ്? സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്നറിയാം അല്ലേ. ഇതിന് നമ്മൾക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ എഴുതാം. സ്ട്രെസ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ഓഫ് ഇൻറ്റു ഇ എന്ന് എഴുതാം. ഇതെന്താണ്? ഇലാസ്റ്റിക് കോൺസ്റ്റൻ്റ് അല്ലേ, യങ്സ് മോഡുലസ് ആണ്.
അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഓൾറെഡി സ്ട്രെയിൻ കിട്ടിയിട്ടുണ്ട് അല്ലേ, സ്ട്രെയിൻ നമ്മൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രെയിൻ ഈ ഒരു ഇക്വേഷൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി മൈനസ് ഡെൽറ്റ ഹോൾ ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു ഇ എന്ന് എഴുതാം അല്ലേ, ഇ എന്ന് എഴുതാം. സിഗ്മ ഇസ് ഈക്വൽ ടു, അതായത് സ്ട്രെസ് സിഗ്മ ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി ഇൻറ്റു ഇവിടെ എൽ ഉണ്ട്, എൽ മൈനസ് ഡെൽറ്റ ഹോൾ ഡിവൈഡ് ബൈ എൽ. ഇങ്ങനെ എഴുതാമല്ലോ. അതായത് ഈ ആദ്യത്തെ ഇക്വേഷനാണ്, ഈ ഒരു ഇക്വേഷനെ ഞാൻ എഴുതിയാണ്. ഒന്നാമത്തെ ഇക്വേഷൻ ഞാൻ ഇടത്തേക്ക് എഴുതി. അത് ഇൻറ്റു യങ്സ് മോഡുലസ് ചെയ്തെങ്കിൽ നമുക്ക് സ്ട്രെസ് കിട്ടും. അങ്ങനെയാണ് ഇത് ഡെറൈവ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഇത്രയാണ് നമുക്ക് ടെമ്പറേച്ചർ സ്ട്രെസ് എന്നുള്ള ഇക്വേഷൻസ്. നമുക്ക് ഓർത്ത് വെക്കേണ്ട ഇക്വേഷൻസ് ഇതൊക്കെയാണ്. സപ്പോർട്ട് ഈൽഡ് ചെയ്യുമ്പോഴുള്ള കണ്ടീഷനാണിത് കേട്ടോ, ഓർത്ത് വെക്കുക. ഇത് സപ്പോർട്ട് ഈൽഡ് ചെയ്യുമ്പോഴുള്ള ഇക്വേഷൻസാണ്. ആദ്യത്തെ സ്ട്രെയിനിൻ്റെ ഇക്വേഷൻ പഠിച്ചു. സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു തെർമൽ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു എന്താണ്, ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി അതിന് കേട്ടോ. ഇതാണ് സ്ട്രെയിനിൻ്റെ ഇക്വേഷൻ. ഇത് പഠിക്കാം. ഇനി സ്ട്രെസ്, സപ്പോർട്ട് ഈൽഡ് ചെയ്യുമ്പോഴുള്ള സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ ഇത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് ഓർത്ത് വെക്കുക.